പ്രിയ വിദ്യാർത്ഥികളെ, 10th സ്റ്റാൻഡേർഡ് ജിയോഗ്രഫി സെക്കൻഡ് ചാപ്റ്റർ കാറ്റിൻ്റെ ഉറവിടം തേടി എന്ന പാഠഭാഗത്തിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ ക്ലാസ് നമ്മൾ ചർച്ച ചെയ്തത് ആഗോള മർദ്ദ മേഖലകളെക്കുറിച്ചാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കാറ്റിൻ്റെ വേഗതയും ദിശയും സ്വാധീനിക്കുന്ന ഘടകങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ആഗോളവാദങ്ങളെക്കുറിച്ചുമാണ്. ഇതിലേറ്റവും ആദ്യമായിട്ട് കാറ്റിൻ്റെ വേഗതയും ദിശയും സ്വാധീനിക്കുന്ന ഘടകങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കാറ്റിൻ്റെ വേഗതയും ദിശയും നിയന്ത്രിക്കുന്ന ഘടകങ്ങളാണ് മർദ്ദച്ചരിവ് മാനബലം, കോറിയോലിസ് പ്രഭാവം, ഘർഷണം. ഇതിൽ മർദ്ദച്ചരിവ് മാനബലമാണ് ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ പരിശോധിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് എ, ബി എന്നീ രണ്ട് ചിത്രങ്ങൾ കാണാം. ഇതിൽ ഒന്നാമത്തെ ചിത്രത്തിൻ്റെ സവിശേഷത നിങ്ങൾക്കറിയാം. ഈ മർദ്ദച്ചരിവ് അടുത്തടുത്താണ് ഇരിക്കുന്നത്. രണ്ടാമത്തെ ചിത്രത്തിൽ മർദ്ദച്ചരിവ് അകന്നാണ് ഇരിക്കുന്നത്. ഡെഫിനിഷൻ ശ്രദ്ധിക്കുക. എന്താണ് മർദ്ദച്ചരിവ്? തിരശ്ചീന തലത്തിൽ അനുഭവപ്പെടുന്ന മർദ്ദ വ്യതിയാനമാണ് മർദ്ദച്ചരിവ്. തിരശ്ചീന തലത്തിൽ മർദ്ദവ്യത്യാസം കൂടുതലാണെങ്കിൽ അവിടെ മർദ്ദച്ചരിവ് കൂടുതലാണെന്ന് പറയാം. ഇത്തരം പ്രദേശങ്ങളിൽ കാറ്റിൻ്റെ വേഗത കൂടുതലായിരിക്കും. അപ്പം തിരശ്ചീനത്തിൽ മർദ്ദവ്യത്യാസം ഏറെയുള്ളത് എ, ബി ചിത്രത്തിൽ എയിലാണ്. അതുകൊണ്ട് എ എന്ന ചിത്രത്തിലാണ് കാറ്റിൻ്റെ വേഗത കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത്. 700 മുതൽ 750 ഹെക്ടോ പാസ്കൽ വരെയുള്ള മർദ്ദ വ്യതിയാനത്തെക്കുറിച്ച് ഇവിടെ കാണിച്ചിരിക്കുന്നുണ്ട് രണ്ട് ചിത്രത്തിലും. ഏറ്റവും കൂടുതൽ മർദ്ദ വ്യത്യാസം കൂടുതലുള്ളത് എ എന്ന ചിത്രത്തിലാണ്. അതുകൊണ്ട് കാറ്റിൻ്റെ വേഗത കൂടും. ഡെഫിനിഷൻ ഒരിക്കൽ കൂടി: തിരശ്ചീന തലത്തിൽ മർദ്ദ വ്യത്യാസം ഏറെയാണെങ്കിൽ അവിടെ മർദ്ദച്ചരിവ് കൂടുതലായിരിക്കും. അത്തരം പ്രദേശങ്ങളിൽ കാറ്റിൻ്റെ വേഗത കൂടുതലായിരിക്കും. കാറ്റിൻ്റെ വേഗതയും ദിശയും സ്വാധീനിക്കുന്ന രണ്ടാമത്തെ ഘടകമാണ് കോറിയോലിസ് ബലം. കോറിയോലിസ് ബലം സ്വാധീനിക്കുന്നത് കാറ്റിൻ്റെ ദിശയാണ്. മർദ്ദച്ചരിവ് സ്വാധീനിക്കുന്നത് കാറ്റിൻ്റെ വേഗതയാണ്. എന്താണ് കോറിയോലിസ് ബലം? ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ഭ്രമണം നിമിത്തം ഉത്തരാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് ഇടത്തോട്ടും വ്യതിചലനമുണ്ടാകുന്നു. ഇതിന് കാരണമാവുന്ന ബലത്തെ കോറിയോലിസ് ബലം എന്ന് വിളിക്കുന്നു. മധ്യരേഖാ പ്രദേശത്ത് നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറുമാണ് കോറിയോലിസ് ബലം ശക്തമാകുന്നത്. ഇപ്പം ചിത്രം നോക്കുക. ഉത്തരാർദ്ധഗോളം എന്ന് പറയുമ്പോൾ 0 ഡിഗ്രി മുതൽ 90 ഡിഗ്രി വരെയുള്ള വടക്കോട്ടുള്ള ഭാഗം. ഈ ഉത്തരാർദ്ധഗോളത്തിൽ ഇപ്പം കാറ്റുകൾ വീശുകയാണെങ്കിൽ നിങ്ങൾ ചിത്രം നോക്കിയാൽ കാണാൻ പറ്റും. നേർരേഖയിൽ വീശുന്ന കാറ്റുകൾ ഭൂമിയുടെ ഭ്രമണത്താൽ കുറച്ച് ദൂരം സഞ്ചരിക്കുമ്പോൾ അത് വലത്തോട്ടാണ് ദിശാവ്യതിയാനം സംഭവിക്കുന്നത്. ദക്ഷിണാർദ്ധഗോളത്തിലെ 0 ഡിഗ്രി മുതൽ 90 ഡിഗ്രി വരെയുള്ള തെക്കോട്ടുള്ള ഭാഗത്ത് ഇത് ഇടത്തോട്ടാണ് ദിശാവ്യതിയാനം സംഭവിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ കോറിയോലിസ് ബലം എന്ന് പറയുക. ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ഭൂമിയുടെ ഭ്രമണത്താൽ ഉത്തരാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് വലത്തോട്ട് ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് ഇടത്തോട്ടും ദിശാവ്യതിയാനം സംഭവിക്കുന്നതിനെയാണ് കോറിയോലിസ് ബലം എന്ന് പറയുന്നത്. ഈ കോറിയോലിസ് ബലത്തെ ഏറ്റവും ആദ്യമായിട്ട് പരീക്ഷണ വിധേയമാക്കിയ വ്യക്തിയുടെ പേരാണ് ഫെറൽ. അഡ്മിറൽ ഫെറൽ അമേരിക്കൻ ഭൗമശാസ്ത്രകാരനാണ്. ഇദ്ദേഹം കോറിയോലിസ് ബലം ഉപയോഗിച്ചുകൊണ്ട് കാറ്റുകൾക്കുണ്ടാകുന്ന ദിശാവ്യതിയാനത്തെയാണ് പഠനവിധേയമാക്കിയത്. കോറിയോലിസ് ബലത്തിൻ്റെ ഫലമായിട്ട് കാറ്റുകൾക്ക് ഉത്തരാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് ഇടത്തോട്ടും വ്യതിചലനമുണ്ടാകുന്നു എന്ന് ഇദ്ദേഹം കണ്ടെത്തി. അതുകൊണ്ട് ഈ നിയമം ഫെറൽ നിയമം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. കാറ്റിൻ്റെ വേഗതയെ സ്വാധീനിക്കുന്ന മൂന്നാമത്തെ ഘടകമാണ് ഘർഷണം. സഞ്ചാരപാതയിലുള്ള തടസ്സങ്ങളാണ് കാറ്റിന് ഘർഷണം ഉണ്ടാക്കുന്നത്. സമുദ്രോപരിതലം, നിരപ്പായ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ കാറ്റ് വളരെ കുറച്ച് മാത്രമേ ഘർഷണ വിധേയമാകുള്ളൂ. അതുകൊണ്ട് കാറ്റിൻ്റെ വേഗത കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് കടലിൽ നിന്ന് കരയിലേക്ക് വീശുന്ന കാറ്റുകൾ അതിശക്തമായി വീശാൻ കാരണം. ദുർഘടമായ പ്രദേശങ്ങൾ, മരങ്ങൾ നിറഞ്ഞ പ്രദേശങ്ങൾ, കെട്ടിടങ്ങൾ നിറഞ്ഞ പ്രദേശങ്ങൾ, ഇതുപോലുള്ള പ്രദേശങ്ങളിലൊക്കെ കാറ്റ് വളരെ കൂടുതൽ ഘർഷണ വിധേയമാകും. തടസ്സങ്ങളുണ്ട്. അതുകൊണ്ട് കൂടുതൽ ഘർഷണ വിധേയമാകും. അതുകൊണ്ട് കാറ്റിൻ്റെ വേഗത കുറവുമായിരിക്കും. എന്താണ് ഘർഷണം? സമുദ്രോപരിതലം, നിരപ്പായ ഭൂപ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ഘർഷണം കുറവായിരിക്കും, കാറ്റിൻ്റെ വേഗത കൂടുതലായിരിക്കും. എന്നാൽ ദുർഘടമായ ഭൂപ്രകൃതി, മരങ്ങൾ നിറഞ്ഞ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലൊക്കെ ഘർഷണം കൂടുതലായിരിക്കും, കാറ്റിൻ്റെ വേഗത കുറവുമായിരിക്കും. ഓക്കെ. അപ്പോൾ കാറ്റിൻ്റെ വേഗതയും ദിശയും സ്വാധീനിക്കുന്ന ഘടകങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും വരും. കാറ്റിൻ്റെ വേഗതയും ദിശയും സ്വാധീനിക്കുന്ന 3 ഘടകങ്ങളാണ് മർദ്ദച്ചരിവ് മാനബലം, കോറിയോലിസ് പ്രഭാവം, ഘർഷണം. ഇനി നമുക്ക് ഈ ചാപ്റ്ററിലുള്ള ഒരു എസ്സേ ആണ് പഠിക്കാനുള്ളത്.
ഹോട്ടലിലേക്ക് സ്ഥിരമായിട്ട് ചോദിച്ചു വരുന്ന ഒരു എസ്സെയാണ് ആഗോളവാദങ്ങൾ. ഏറ്റവും ആദ്യമായിട്ട് മർദ്ദമേഖലകളെക്കുറിച്ചും കാറ്റുകളെക്കുറിച്ചും കുറച്ച് കാര്യങ്ങൾ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. ആഗോളതലത്തിൽ വിവിധ അക്ഷാംശ മേഖലകൾ തമ്മിൽ മർദ്ദ വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ ഫസ്റ്റ് ക്ലാസ് പഠിച്ചതാണ് ആഗോള മർദ്ദ മേഖലകൾ. ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖല 0 ഡിഗ്രി, 30 ഡിഗ്രി ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല, 60 ഡിഗ്രി ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല, 90 ഡിഗ്രി ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. ഇത് ഓരോ മർദ്ദ മേഖലകളിലും എന്താണ് ഉച്ചമർദ്ദം ന്യൂനമർദ്ദം തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആഗോളതലത്തിൽ വിവിധ അക്ഷാംശ മേഖലകൾക്കിടയിൽ മർദ്ദ വ്യത്യാസമുണ്ടെന്ന് പറയാൻ കാരണം അതാണ്. ഈ മർദ്ദ വ്യത്യാസങ്ങൾ കാറ്റുകൾ രൂപപ്പെടാൻ ഇടയാക്കും. ഉയർന്ന മർദ്ദമുള്ള പ്രദേശങ്ങളിൽ നിന്ന് കുറഞ്ഞ മർദ്ദമുള്ള പ്രദേശങ്ങളിലേക്ക് വീശുന്ന വായുവിൻ്റെ സഞ്ചാരമാണ്, വായുപ്രവാഹമാണ് കാറ്റുകൾ. കാറ്റുകൾ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലേക്കാണ് വീശുന്നത്. അപ്പോൾ എവിടെയാണോ ഉച്ചമർദ്ദമുള്ളത് ആ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലേക്കുള്ള വായുപ്രവാഹത്തെയാണ് നമ്മൾ കാറ്റുകൾ എന്ന് പറയുക. ഇങ്ങനെ നമ്മളെ ഭൂമിയിൽ വീശിക്കൊണ്ടിരിക്കുന്ന കാറ്റുകളെയാണ് നമ്മൾ ആഗോളവാദങ്ങൾ എന്ന് പറയുക. ഇത്തരം ആഗോളവാദങ്ങൾ ഭൂമിയിൽ സ്ഥിരമായി വീശിക്കൊണ്ടിരിക്കുന്നവയാണ്. ഇനി വിവിധ ആഗോളവാദങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഇവിടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഒരു 3 ആഗോളവാദങ്ങളുണ്ട്. 1 വാണിജ്യവാദങ്ങൾ, 2 പശ്ചിമവാദങ്ങൾ, 3 ധ്രുവീയ പൂർവ്വവാദങ്ങൾ. ഏറ്റവും ആദ്യമായി നമ്മൾ പരിശോധിക്കുന്നത് വാണിജ്യവാദങ്ങളെക്കുറിച്ചാണ്. 30 ഡിഗ്രി ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് 0 ഡിഗ്രി ഭൂമധ്യരേഖയിലേക്ക് സ്ഥിരമായി വീശിക്കൊണ്ടിരിക്കുന്ന കാറ്റുകളെയാണ് നമ്മൾ വാണിജ്യവാദങ്ങൾ എന്ന് പറയുക. ഉത്തരാർദ്ധഗോളത്തിൽ ഈ കാറ്റുകൾ വീശുന്നത് വടക്ക് കിഴക്കു നിന്നും, ദക്ഷിണാർദ്ധഗോളത്തിൽ ഈ കാറ്റുകൾ വീശുന്നത് തെക്ക് കിഴക്കു നിന്നുമാണ്. വടക്ക് കിഴക്കു നിന്ന് വീശുന്നതിനാൽ ഇത്തരം കാറ്റുകളെ വടക്ക് കിഴക്കൻ വാണിജ്യവാദം എന്ന പേരിലും, ദക്ഷിണാർദ്ധഗോളത്തിൽ തെക്ക് കിഴക്കൻ വാണിജ്യവാദം എന്ന പേരിലുമാണ് ഈ കാറ്റുകൾ അറിയപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും ഇരു അർദ്ധഗോളങ്ങളിലെയും വാണിജ്യവാദങ്ങൾ ഭൂമധ്യരേഖയിലേക്കാണ് വീശിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവ തമ്മിൽ പരസ്പരം എന്ത് ചെയ്യും? കൂട്ടിമുട്ടും. ഭൂമധ്യരേഖ 0 ഡിഗ്രി അക്ഷാംശത്തിൽ വെച്ച് കൂട്ടിമുട്ടും. ഇങ്ങനെ കൂട്ടിമുട്ടുന്ന മേഖലയെ അറിയപ്പെടുന്നത് ITCZ അഥവാ ഇൻ്റർ ട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ എന്ന പേരിലാണ്. അതിൻ്റെ മലയാളം അന്തർ ഉഷ്ണമേഖല സംക്രമണ മേഖല എന്ന് പറയും. പറഞ്ഞു വന്നത് ഇരു അർദ്ധഗോളങ്ങളിലെയും ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്ന് ഭൂമധ്യരേഖയിലേക്ക് വീശിക്കൊണ്ടിരിക്കുന്ന വടക്ക് കിഴക്കൻ വാണിജ്യവാദവും തെക്ക് കിഴക്കൻ വാണിജ്യവാദവും സംഗമിക്കുന്ന ഭൂമധ്യരേഖ മേഖല അറിയപ്പെടുന്നത് ITCZ എന്ന പേരിലാണ്, അഥവാ അന്തർ ഉഷ്ണമേഖല സംക്രമണ മേഖല എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇൻ്റർ ട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം വരും, വാണിജ്യവാദങ്ങൾ എന്തുകൊണ്ടാണ് തെക്ക് കിഴക്കു നിന്നും വടക്ക് കിഴക്കു നിന്നൊക്കെ വീശാൻ കാരണം? കാറ്റുകൾക്ക് ഭൂമിയുടെ ഭ്രമണം നിമിത്തം സഞ്ചാരദിശയ്ക്ക് വ്യതിയാനം സംഭവിക്കുകയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഭ്രമണം അഥവാ കോറിയോലിസ് ബലം നിമിത്തം കാറ്റുകൾക്ക് ദിശാവ്യതിയാനം സംഭവിക്കും. നമ്മൾ നേരത്തെ പഠിച്ചു, കോറിയോലിസ് ബലത്തിൽ പഠിച്ചു. ഉത്തരാർദ്ധഗോളത്തിൽ വാണിജ്യവാദങ്ങൾ വലത്തോട്ട് ദിശ മാറുന്നതിനാൽ വടക്ക് കിഴക്കൻ ദിശയിൽ വീശുന്നത് കൊണ്ട് വടക്ക് കിഴക്കൻ വാണിജ്യവാദം എന്നറിയപ്പെടും. ദക്ഷിണാർദ്ധഗോളത്തിൽ വാണിജ്യവാദങ്ങൾ ഇടത്തോട്ട് ദിശ മാറുന്നതിനാൽ ഇത്തരം കാറ്റുകൾ തെക്ക് കിഴക്കൻ വാണിജ്യവാദം എന്ന പേരിലുമാണ് അറിയപ്പെടുക. ആഗോളവാദങ്ങൾ നമുക്ക് രണ്ടാമതായി പഠിക്കാനുള്ളത് പശ്ചിമവാദങ്ങളെക്കുറിച്ചാണ്. ഇരു അർദ്ധഗോളങ്ങളിലും ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും, അതായത് 30 ഡിഗ്രി അക്ഷാംശത്തിൽ നിന്ന് ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലകളിലേക്ക് 60 ഡിഗ്രി അക്ഷാംശങ്ങളിലേക്ക് വീശുന്ന കാറ്റുകളാണ് പശ്ചിമവാദങ്ങൾ. ഇരു അർദ്ധഗോളങ്ങളിലെയും ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലകളിലേക്ക് വീശിക്കൊണ്ടിരിക്കുന്ന കാറ്റുകളെ പശ്ചിമവാദങ്ങൾ എന്ന് പറയും. കാറ്റിൻ്റെ ദിശ ഏറെക്കുറെ പടിഞ്ഞാറ് ദിശയിൽ നിന്നായതുകൊണ്ടാണ് ഇത്തരം കാറ്റുകൾക്ക് പശ്ചിമവാദങ്ങൾ എന്ന പേരിൽ അറിയപ്പെടാൻ കാരണം. പൊതുവേ ദക്ഷിണാർദ്ധഗോളത്തിലാണ് സമുദ്രഭാഗം കൂടുതൽ, ഉത്തരാർദ്ധഗോളത്തിൽ വൻകരകളാണ് കൂടുതലുള്ളത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾ ഘർഷണത്തെക്കുറിച്ച് പഠിച്ച സമയത്ത് നിരപ്പായ പ്രദേശമായ സമുദ്രത്തിൽ കാറ്റിൻ്റെ വേഗത കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ദക്ഷിണാർദ്ധഗോളത്തിൽ വീശിക്കൊണ്ടിരിക്കുന്ന പശ്ചിമവാദങ്ങളെ മുൻകാല നാവികന്മാർ വിളിച്ച പേരുകളാണ്. 40 ഡിഗ്രി അക്ഷാംശത്തിലെത്തുന്ന സമയത്ത് നാവികന്മാർ വിളിച്ച പേരാണ് റോറിംഗ് 40s. 50 ഡിഗ്രി അക്ഷാംശത്തിലെത്തുന്ന സമയത്ത് മുൻകാല നാവികന്മാർ വിളിച്ച പേര് ഫ്യൂരിയസ് 50s. 60 ഡിഗ്രി അക്ഷാംശത്തിൽ ഷ്രീക്കിംഗ് 60s എന്നീ പേരുകളിലാണ് ഈ കാറ്റുകളെ വിളിച്ചിരുന്നത്. അപ്പം ദക്ഷിണാർദ്ധഗോളത്തിൽ വീശിക്കൊണ്ടിരിക്കുന്ന കാറ്റുകളെ
മുൻകാല നാവികന്മാർ വിളിച്ചിരുന്ന പേരുകൾ എന്തൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 40 ഡിഗ്രി അക്ഷാംശത്തിൽ റോറിംഗ് 40s, 50 ഡിഗ്രി അക്ഷാംശം ഫ്യൂരിയസ് 50s, 60 ഡിഗ്രി അക്ഷാംശം ഷ്രീക്കിംഗ് 60s എന്നീ പേരുകളിലാണ്. ആഗോളവാദങ്ങളിൽ ഏറ്റവും അവസാനമായി നമുക്ക് പഠിക്കാനുള്ളത് ധ്രുവീയ പൂർവ്വവാദങ്ങളെക്കുറിച്ചാണ്. ഇരു അർദ്ധഗോളങ്ങളിലെയും 90 ഡിഗ്രി ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശിക്കൊണ്ടിരിക്കുന്ന കാറ്റുകളെയാണ് നമ്മൾ ധ്രുവീയ പൂർവ്വവാദങ്ങൾ എന്ന പേരിൽ അറിയപ്പെടാൻ കാരണം. ഇവ പൂർവ്വവാദം എന്ന പേരിൽ അറിയപ്പെടാൻ കാരണം ഇരു അർദ്ധഗോളങ്ങളിലെയും വടക്ക് ദിശയിൽ നിന്ന് വീശുന്നതിനാൽ, അതായത് കിഴക്ക് ദിശയിൽ നിന്ന് വീശുന്നതിനാലാണ് ഈ കാറ്റുകൾ പൂർവ്വവാദങ്ങൾ എന്ന പേരിൽ അറിയപ്പെടാൻ കാരണം. ഇരു അർദ്ധഗോളങ്ങളിലും കിഴക്ക് ദിശയിൽ നിന്ന് വീശാൻ കാരണം കോറിയോലിസ് ബലമാണ്. അതുകൊണ്ട് ഇത്തരം കാറ്റുകൾ ധ്രുവീയ പൂർവ്വവാദങ്ങൾ എന്നറിയപ്പെടും. ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് നിരന്തരമായി വീശിക്കൊണ്ടിരിക്കുന്ന കാറ്റുകളെയാണ് നമ്മൾ ധ്രുവീയ പൂർവ്വവാദങ്ങൾ എന്നറിയപ്പെടുക. ഇത്തരം കാറ്റുകൾക്ക് വടക്കേ അമേരിക്ക, വടക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ, റഷ്യ എന്നീ വടക്കൻ വൻകര രാജ്യങ്ങളിലൊക്കെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ടൊരു കാറ്റാണ് ധ്രുവീയ പൂർവ്വവാദങ്ങൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ കാലികവാദങ്ങളെക്കുറിച്ചാണ് പഠിക്കാനുള്ളത്. വിശദമായിട്ടതിൽ മൺസൂൺ കാറ്റുകൾ, കരക്കാറ്റ്, കടൽക്കാറ്റ്, പർവ്വതക്കാറ്റ്, താഴ്വരക്കാറ്റ് എന്നിവയെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അടുത്തൊരു ക്ലാസ്സോടുകൂടി നമുക്ക് ഈ ചാപ്റ്റർ പൂർണ്ണമാവുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവരും കണ്ട് മനസ്സിലാക്കിയിട്ട് പഠിച്ചിരിക്കുക. വരാൻ പോകുന്ന ക്ലാസ് അടുത്ത ആഴ്ച ലാസ്റ്റ് എപ്പിസോഡ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ആൾ.